ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകൾ നിങ്ങളുടെ വാർത്താ ചാനലുകൾ കാണാതെ പോയാലോ വാർത്തകൾ അറിയാതെ പോയാലോ ഒരു ഓട്ട പ്രദക്ഷിണം വാർത്താ പകൽ. കേരളത്തിൽ ശനിയാഴ്ച മുതൽ മഴ ശക്തമാകും. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ 7 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേസിലെ വോട്ടിംഗ് മെഷീനുകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. രാജ്യത്ത് ഉടൻ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി EVM ആവശ്യമെന്ന കമ്മീഷൻ. മധ്യപ്രദേശിൽ ദളിത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുത്തതിന്റെ പേരിലാണ് കൊലപാതകം. സംഭവം ശിവപുരി ജില്ലയിൽ. നീലഗിരി ഗൂഡല്ലൂരിലെ റിസർവ് വനത്തിൽ ആൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. കടുവയുടെ ജഡം കണ്ടെത്തിയത് വൈദ്യുത വേലിയിൽ കുടുങ്ങിയ നിലയിൽ. മുനമ്പം ഭൂപ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമിയിലെ അവകാശം സംബന്ധിച്ച് ആധികാരികത ഉറപ്പുവരുത്തുക മുഖ്യ വിഷയം. സാങ്കേതിക സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ. ഡോക്ടർ കെ ശിവപ്രസാദിന് VCയുടെ ചുമതല നൽകി ഗവർണർ. റിലീസ് ചെയ്ത സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിച്ച് അണിയറ പ്രവർത്തകർ. ടർക്കിഷ് തർക്കം എന്ന സിനിമയാണ് പിൻവലിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപത്തെ തുടർന്നാണ് തീരുമാനം. MG സർവകലാശാലയിൽ നിയമവിദ്യാർത്ഥികളുടെ നിരാഹാര സമരം. സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താത്തതിനെ തുടർന്ന്. ക്യാമ്പസിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പരീക്ഷ നിർത്തിവെച്ചതെന്ന് മാനേജ്മെന്റ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. നോൺ മെട്രോ നഗരങ്ങളിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര സർവീസ് നടത്താൻ അവസരം നൽകുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ആക്രമണം. 15 പേർക്ക് കടിയേറ്റു. വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ.